വരാനിരിക്കുന്ന മധ്യപ്രദേശ് നിയമസഭാ ഇലക്ഷൻ താജ ഒപ്പീനിയൻ പോൾ സർവേ 230 അംഗ മധ്യപ്രദേശ് നിയമസഭയിലേക്ക് നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ മധ്യപ്രദേശിലെ വിവിധ ജില്ലകളിലായി വിവിധ മുന്നണികൾക്ക് വിജയസാധ്യതയുള്ള സീറ്റുകൾ. ആദ്യമായി നോക്കുന്ന ജില്ല മൻസൗർ ആണ്. മൻസൗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJPയും 1 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷോപ്പൂരാണ്. ഷോപ്പൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല മൊറൈനയാണ്. മൊറൈന ജില്ലയിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബിന്ദാണ്. ബിന്ദിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗ്വാളിയോർ ആണ്. ഗ്വാളിയോറിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദതിയയാണ്. ദതിയ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവപുരിയാണ്. ശിവപുരി ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗുണയാണ്. ഗുണ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അശോക് നഗറാണ്. അശോക് നഗറിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സാഗറാണ്. സാഗർ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ടീക്കംഗഡ് ആണ്. ടീക്കംഗഡിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നിവാരിയാണ്. നിവാരി ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഛത്രപൂരാണ്. ഛത്രപൂരിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദമോഹാണ്. ദമോഹ് ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല പന്നയാണ്. പന്ന ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല സത്നയാണ്. സത്ന ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രേവയാണ്. രേവ ജില്ലയിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സീതിയാണ്. സീതി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സിഗ്രൗളിയാണ്. സിഗ്രൗളിയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകളൊന്നും നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല കട്നിയാണ്. കട്നിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഷഹഡോൾ ആണ്. ഷഹഡോളിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അനുപ്പൂരാണ്. അനുപ്പൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത.
BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഉമരിയയാണ്. ഉമരിയ ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഡിൻഡോറിയാണ്. ഡിൻഡോറിയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ജബൽപൂരാണ്. ജബൽപൂരിൽ 8 സീറ്റുകളാണുള്ളത്. 8 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും ഒരു സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രത്ലമാണ്. രത്ലം ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നീമച്ചാണ്. നീമച്ച് ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല മണ്ഡലയാണ്. മണ്ഡല ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 3 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ബാലാഘട്ടാണ്. ബാലാഘട്ടിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ശിവനിയാണ്. ശിവനി ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല നരസിംഹ്പൂർ ആണ്. നരസിംഹ്പൂരിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ചിന്തവാരയാണ്. ചിന്തവാര ജില്ലയിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബേത്തുലാണ്. ബേത്തുൽ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഹർദയാണ്. ഹർദ ജില്ലയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഹോഷംഗാബാദ് ആണ്. ഹോഷംഗാബാദിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല റായ്സൻ ആണ്. റായ്സൻ ജില്ലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല വിദിശയാണ്. വിദിശ ജില്ലയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഭോപ്പാലാണ്. ഭോപ്പാലിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല സീഹോർ ആണ്. സീഹോറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല രാജ്ഗഡ് ആണ്. രാജ്ഗഡിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ആഗർമാൾവയാണ്. ആഗർമാൾവയിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഷാജാപൂരാണ്. ഷാജാപൂരിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും ഒരു സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ദേവാസ് ആണ്. ദേവാസിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഗാഡ്വയാണ്. ഗാഡ്വയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ ഒരു സീറ്റ് BJP സഖ്യവും 3 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബുർഹാൻപൂരാണ്. ബുർഹാൻപൂരിൽ 2 സീറ്റുകളാണുള്ളത്. ആ 2 സീറ്റുകളിൽ 2 സീറ്റുകളും BJP സഖ്യം നേടാനാണ് സാധ്യത. കോൺഗ്രസ് സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ഗർഹോൺ ആണ്. ഗർഹോണിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും
4 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ബദ്വാനിയാണ്. ബദ്വാനിയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 1 സീറ്റ് കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല അലിരാജ്പൂരാണ്. അലിരാജ്പൂരിൽ 2 സീറ്റുകളാണുള്ളത്. 2 സീറ്റുകളിൽ 2 സീറ്റുകളും കോൺഗ്രസ് സഖ്യം നേടാനാണ് സാധ്യത. BJP സഖ്യത്തിനോ മറ്റു കക്ഷികൾക്കോ അവിടെ സീറ്റുകൾ നേടാൻ സാധ്യതയില്ല. അടുത്തതായി നോക്കുന്ന ജില്ല ജബുവയാണ്. ജബുവ ജില്ലയിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റുകളിൽ 1 സീറ്റ് BJP സഖ്യവും 2 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ധാർ ആണ്. ധാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഇൻഡോർ ആണ്. ഇൻഡോറിൽ 9 സീറ്റുകളാണുള്ളത്. 9 സീറ്റുകളിൽ 3 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 1 സീറ്റ് മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത. അടുത്തതായി നോക്കുന്ന ജില്ല ഉജ്ജയിൻ ആണ്. ഉജ്ജയിനിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റുകളിൽ 2 സീറ്റുകൾ വരെ BJP സഖ്യവും 5 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും നേടാനാണ് സാധ്യത. മധ്യപ്രദേശ് നിയമസഭയിലെ ആകെയുള്ള 230 സീറ്റുകളിൽ 85 സീറ്റുകൾ വരെ BJP സഖ്യവും 141 സീറ്റുകൾ വരെ കോൺഗ്രസ് സഖ്യവും 4 സീറ്റുകൾ വരെ മറ്റു കക്ഷികളും നേടാനാണ് സാധ്യത.